ഹായ്, ഞാൻ ആശ വിനോജി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിടിലൻ മീൻകറി കൊണ്ടാണ് വന്നേക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതൊന്ന് കണ്ടു. ഇന്ന് ഞങ്ങളുടെ മൂത്ത മോൻ്റെ 13ാമത്തെ ബർത്ത്ഡേ ആണ്. അവൻ ടീനേജിലോട്ട് കയറുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഡെക്കറേഷനാണ്. അത് ഞങ്ങൾ വ്ളോഗായിട്ട് ബർത്ത്ഡേ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പം അതിനൊരു ചെറിയ ഡെക്കറേഷനേ ആയിട്ടുള്ളൂ, ബാക്കിയുണ്ട് ഇനി. അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകും. നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് കടുക് പൊട്ടിക്കത്തില്ല, ഉലുവയാണ് പൊട്ടിക്കുന്നത്. ഉലുവ കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഉലുവ മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 3 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അതെല്ലാം ഞാൻ ഒന്നിച്ച് ചേർക്കുക. മറ്റ് മീൻകറിയിൽ നിന്ന് 1-2 സാധനങ്ങളിൽ വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒത്തിരി അങ്ങനെ കരിഞ്ഞ് മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. പച്ചമുളക് ഒന്ന് മാറിയാൽ മതി. ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് ചൂടായാൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ല മഞ്ഞക്കറിയാണ്. 1/4 ടീസ്പൂണ് നല്ല മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയുടെയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് 3 മുളക് ചേർത്തിരിക്കുന്നത്. എരിയില്ലാത്ത മുളകാണെങ്കിൽ അത് കൂടുതൽ ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അധികം ചേർക്കുന്നില്ല വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുള്ളൂ. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതുണ്ട്, അത്രേൻ്റെ ആവശ്യമുള്ളൂ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീനിട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമാണ് ഉപ്പിട്ട് കൊടുക്കാം. പുളിക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്, എരിവിന് പച്ചമുളക്. നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെക്കാം. മീൻ ഇട്ട് കൊടുക്കുക. ഇത് ആഗോലിയാണേ. ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു 5-6 മിനിറ്റ് വേവിക്കണം. ഞാൻ ഇത് അടച്ച് വെക്കാൻ പോവാം. അടച്ച് വെച്ചിട്ട് നമുക്കിനി കാണാം. 5 മിനിറ്റ് കഴിഞ്ഞ് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. മീൻ ആക്ച്വലി വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന മീനാണ്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഒത്തിരി മല്ലിപ്പൊടിയും ഒത്തിരി കോൺഫ്ലവറും ചേർക്കുന്നില്ല, 2 പപ്പാതി. നല്ല കൊഴുപ്പിന് വേണ്ടിയാണ്, അതായത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അധികം മീനിട്ട് ഇളക്കിയാൽ അതൊന്ന് പൊടിഞ്ഞു പോകും. അത് 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ കോൺഫ്ലവർ ഒന്ന് കുറുകി വരട്ടെ. തീയൊക്കെ കുറച്ചൊക്കെ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാൻ എടുത്തേക്കുന്നത്, 1 പാൽ മാത്രമേ ഉള്ളൂ. പതിയെ ഒഴിച്ച് കൊടുക്കണം. ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഉപ്പും പുളിയും എല്ലാം ചേർത്താണ്, അതുകൊണ്ട് ഏറ്റവും കുറവിന് ഒഴിച്ച് കൊടുക്കണം. ഇതിനെ അധികം തിളക്കണ്ട, തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഇത് ഇരുന്ന് കുറുകും നന്നായിട്ട്. തേങ്ങാപ്പാലും കോൺഫ്ലവറിൻ്റെ എല്ലാം കൂടെ ഇരുന്ന് കുറുകും. ആ ചൂട് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ വേകുകയും ചെയ്യും. ചൂടായിട്ടുണ്ട്, ചെറിയ തിള വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുക. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്തത്. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് പച്ച നിറത്തിലിരിക്കാൻ വേണ്ടിയാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ മീൻകറി, സ്പെഷ്യൽ മീൻകറി. അതിനെ അടച്ചു വെക്കാൻ പോവാം. ഈ കറി ഇവിടെ റെഡിയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് മാങ്ങായും കൂടെ ചേർത്തും ഉണ്ടാക്കാം. നമുക്കിപ്പം പച്ചമാങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ട്
പച്ചമാങ്ങ ഇതിനകത്തിട്ടില്ല. ഇതിനകത്ത് പച്ചമാങ്ങയും കൂടെ ചേർക്കണം. അതായത് തക്കാളിക്കയും പച്ചമാങ്ങയും കൂടെ ചേർത്ത് വേറെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഇനി പുതിയൊരു വ്ലോഗുമായിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും ബായ്.